കാക്കനാട് സിവിൽ സ്റ്റേഷൻ കഴിഞ്ഞ് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും അല്പം മാറി നിൽക്കുന്ന ഒരു കുന്നിൻ ചെരുവിലാണ് ഒലിവ് ഹൈറ്റ്സ് എന്ന അപ്പാർട്ട്മെന്റ് സമുച്ചയം സ്ഥിതി ചെയ്തിരുന്നത്. വൈകുന്നേരത്തെ വെയിൽ കെട്ടിടത്തിന്റെ ചില്ലുകളിൽ തട്ടി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ദീപക് തന്റെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് ഒതുക്കി നിർത്തി. കാറിന്റെ എഞ്ചിൻ ഓഫാക്കിയപ്പോൾ ഉണ്ടായ നിശബ്ദതയിൽ പുറത്തെ ദൂരെയുള്ള വാഹനങ്ങളുടെ ഇരമ്പൽ മാത്രം നേർത്തതായി കേൾക്കാം. അവൻ സീറ്റിലേക്ക് ചാരിയിരുന്ന് ഒന്ന് നെടുവീർപ്പിട്ടു. ഇൻഫോ പാർക്കിലെ ജോലി തിരക്കുകൾക്കും നഗരത്തിലെ ഗതാഗതക്കുരുക്കിനും ശേഷം കിട്ടുന്ന ഈ നിശബ്ദത അവന് ആശ്വാസമായിരുന്നു. പക്ഷെ ആ ആശ്വാസത്തിനിടയിലും എവിടെയോ ഒരു അപരിചിതത്വം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് അവൻ ഈ ഫ്ലാറ്റിലേക്ക് താമസം മാറിയത്. 6ാം നിലയിലെ 6B എന്ന ഫ്ലാറ്റ്. 2BHK ആണെങ്കിലും അത്യാവശ്യം വിശാലമായ മുറികൾ, വാടകയും കുറവ്. ബ്രോക്കർ രാജീവൻ പറഞ്ഞത് ഓണർ വിദേശത്താണ്, ആള് താമസിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്ര കുറഞ്ഞ വാടകയ്ക്ക് തരുന്നത് എന്നാണ്. ദീപകിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലോട്ടറിയായിരുന്നു. ഓഫീസിലേക്കുള്ള ദൂരവും കുറവ്, സ്വസ്ഥമായിരുന്ന് ജോലിയും ചെയ്യാം. ലിഫ്റ്റിൽ കയറി 6ാം നിലയിലെ ബട്ടൺ അമർത്തുമ്പോൾ ദീപക് തൻ്റെ ഫോണിലെ നോട്ടിഫിക്കേഷൻ നോക്കി. ഓഫീസിലെ ടീം ലീഡറുടെ മെസ്സേജുകൾ, ക്ലയൻറ്റ് മീറ്റിങ്ങിൻ്റെ റിമൈൻഡറുകൾ. ലിഫ്റ്റ് 6ാം നിലയിലെത്തി ബെല്ലടിച്ചു. വാതിൽ തുറന്നപ്പോൾ നീളത്തിലുള്ള ഇടനാഴി വിജനമായിരുന്നു. 6ാം നിലയിൽ ആകെ 4 ഫ്ലാറ്റുകൾ മാത്രമേ ഉള്ളൂ. 6Aയിൽ ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. അവരുടെ വാതിലിന് പുറത്ത് കുട്ടികളുടെ ചെറിയ സൈക്കിളും ചെരുപ്പുകളും ചിതറിക്കിടക്കുന്നു. 6Cയും 6Dയും ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് തോന്നുന്നു. ദീപക് 6Bയുടെ വാതിൽ തുറന്ന് അകത്ത് കയറി. അകത്ത് കയറിയ ഉടനെ അവന് ആ മണം അനുഭവപ്പെട്ടു. അടച്ചിട്ട മുറിയുടെ മണം. ഫ്രഷ്നറുകൾ എത്ര അടിച്ചാലും പോകാത്ത ഭിത്തികളിലെ ഈർപ്പത്തിൻ്റെയും പഴയ തടിയുടെയും ഒരു സമ്മിശ്ര ഗന്ധം. അവൻ പെട്ടെന്ന് തന്നെ ജനലുകൾ തുറന്നിട്ടു. കാറ്റും വെളിച്ചവും അകത്തേക്ക് വന്നപ്പോൾ ആ മുറിക്ക് കുറച്ചുകൂടി ജീവൻ വെച്ചതുപോലെ തോന്നി. അന്ന് രാത്രി ദീപക് തൻ്റെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയായിരുന്നു. സമയം 11 കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. മഴയുടെ ശബ്ദം കാരണം ഫ്ലാറ്റിലെ മറ്റ് ശബ്ദങ്ങളൊന്നും കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് കറണ്ട് പോയി. അപ്പാർട്ട്മെൻറ്റിലെ ജനറേറ്റർ ഓണാകുന്നതിന് മുമ്പുള്ള ആ 10 സെക്കൻഡ് ഫ്ലാറ്റ് കൂരിരുട്ടിലായി. ആ ഇരുട്ടിൽ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ വെളിച്ചത്തിൽ ദീപക് അത് ശ്രദ്ധിച്ചു. തൻ്റെ തൊട്ടുപിന്നിലെ ഭിത്തിയിൽ ഒരു നിഴൽ അനങ്ങിയതുപോലെ. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ജനറേറ്റർ ഓണായി. ലൈറ്റുകൾ തെളിഞ്ഞു. പിന്നിൽ ആരുമില്ല. കാറ്റിൽ കർട്ടൻ അനങ്ങിയതാകാം. വെറുതെ ഓരോന്ന് തോന്നുന്നതാ, ദീപക് സ്വയം പറഞ്ഞു. അവൻ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ചു. തിരികെ വന്ന് കിടപ്പുമുറിയിലേക്ക് കയറി. AC ഓൺ ചെയ്ത് പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടു. ക്ഷീണം കാരണം കണ്ണുകൾ പെട്ടെന്നടഞ്ഞു. എന്നാൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് തൊട്ടു മുമ്പ് വളരെ നേർത്ത എന്നാൽ വ്യക്തമായ ഒരു ശബ്ദം അവൻ കേട്ടു. അതൊരു നെടുവീർപ്പായിരുന്നു. തൊട്ടടുത്ത് തലയിണയുടെ അരികിൽ ആരോ നിന്ന് ആഴത്തിൽ ശ്വാസം വിടുന്നതുപോലെ. ദീപക് ഞെട്ടി കണ്ണു തുറന്നു. മുറിയിൽ അരണ്ട വെളിച്ചം മാത്രം. അവൻ എഴുന്നേറ്റ് ലൈറ്റിട്ടു. മുറിയിൽ ആരുമില്ല. AC-യുടെ മൂളൽ മാത്രം. AC-യുടെ ഗ്യാസ് ഫ്ലോ ആയിരിക്കും, അവൻ സ്വയം സമാധാനിപ്പിച്ചു. പക്ഷേ അന്നത്തെ ഉറക്കം അവന് നഷ്ടപ്പെട്ടിരുന്നു. അടുത്ത 3 ദിവസങ്ങൾ സാധാരണ പോലെ കടന്നുപോയി. പക്ഷേ ദീപകിന് ഒരു മാറ്റം അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത ക്ഷീണം. രാത്രി മുഴുവൻ കല്ലുവെട്ടാൻ പോയതുപോലെയുള്ള തളർച്ച. 8 മണിക്കൂർ ഉറങ്ങിയാലും 2 മണിക്കൂർ ഉറങ്ങിയ ഫീൽ. ഓഫീസിലെ മീറ്റിങ്ങുകൾക്കിടയിൽ അവൻ പലതവണ കോട്ടുവാ ഇട്ടു. സഹപ്രവർത്തകനായ അരുൺ ചോദിച്ചു, "എന്താ ദീപു, പുതിയ ഫ്ലാറ്റിൽ ഉറക്കമൊന്നും ശരിയാകുന്നില്ലേ?" "അറിയില്ലടാ, നല്ല ക്ഷീണം. ബെഡ് മാറിയതിൻ്റെ ആകും." ദീപക് ഒഴിഞ്ഞു മാറി. 4ാമത്തെ ദിവസം രാവിലെ കുളിക്കാൻ കയറിയപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൻ്റെ ഇടത്തെ തോളിൽ കഴുത്തിനോട് ചേർന്ന് 2 ചെറിയ പാടുകൾ. നഖം കൊണ്ട് പോറിയതുപോലെയുള്ള പാടുകൾ. വളരെ നേർത്തതാണ്, പക്ഷേ ചോര പൊടിഞ്ഞിട്ടുണ്ട്. അവൻ അത് വിരലുകൊണ്ട് തൊട്ടുനോക്കി. നീറ്റൽ അനുഭവപ്പെട്ടു. ഇതെങ്ങനെ?
അവൻ ആലോചിച്ചു. ഉറക്കത്തിൽ താൻ അറിയാതെ മാന്തിയതാകും. നഖം വെട്ടേണ്ട സമയമായിരിക്കുന്നു. അന്ന് വൈകുന്നേരം അവൻ നഖം വെട്ടി വൃത്തിയാക്കി. പക്ഷേ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച അവനെ ഭയപ്പെടുത്തി. ഇത്തവണ പാടുകൾ വലത്തെ കൈത്തണ്ടയിലാണ്. നന്നായി അമർത്തി മാന്തിയതുപോലെ 3 വരകൾ. ഇത് താൻ തന്നെ ചെയ്തതാകാൻ വഴിയില്ല. നഖം വെട്ടിയതാണ്. മാത്രമല്ല, ഇത്രയും ശക്തിയായിട്ട് മാന്തിയിട്ട് താൻ അറിഞ്ഞില്ലേ? ദീപക് ഫ്ലാറ്റിലെ ജനലുകളും വാതിലുകളും പരിശോധിച്ചു. എവിടെയെങ്കിലും കൂർത്ത കമ്പിയോ ആണിയോ നീണ്ടു നിൽക്കുന്നുണ്ടോ? കട്ടിലിൽ എന്തെങ്കിലും? ഒന്നുമില്ല. എല്ലാം സ്മൂത്താണ്. അവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. സ്ക്രാച്ചസ് ഓൺ ദ ബോഡി വൈൽ സ്ലീപ്പിംഗ്. പല ഉത്തരങ്ങൾ വന്നു. ഡ്രൈ സ്കിൻ, അലർജി, ബെഡ് ബഗ്സ്, മൂട്ട, പിന്നെ ചില അമാനുഷിക കഥകളും. മൂട്ടയാകാൻ സാധ്യതയുണ്ട്. അവൻ കിടക്കവിരികളെല്ലാം മാറ്റി വെയിലത്തിട്ടു. ഫ്ലാറ്റ് മുഴുവൻ വാക്വം ക്ലീൻ ചെയ്തു. പക്ഷേ അന്ന് രാത്രി അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഓരോ ചെറിയ ശബ്ദവും അവനെ ഭയപ്പെടുത്തി. അർദ്ധരാത്രി 2 മണി കഴിഞ്ഞ് അവൻ വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ഹാളിലെ സോഫയിൽ ആരോ ഇരിക്കുന്നതുപോലെ ഒരു തോന്നൽ. കണ്ണിൻ്റെ കോണിലൂടെയുള്ള ഒരു കാഴ്ച മാത്രം. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ സോഫ കാലിയാണ്. ഇത് സൈക്കോളജിക്കലാണ്. ഞാൻ തനിച്ചായതുകൊണ്ട് പേടിക്കുന്നതാണ്. ദീപക് തൻ്റെ യുക്തിബോധത്തെ കൂട്ടുപിടിച്ചു. എന്നാൽ രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ്റെ കാലിൻ്റെ കണങ്കാലിൽ നീല നിറത്തിലൊരു പാട് കണ്ടു. ആരോ ശക്തിയായി പിടിച്ച് ഞെരിച്ചതുപോലെ. വിരലടയാളങ്ങൾ വ്യക്തമായിരുന്നു. അതൊരു മനുഷ്യൻ്റെ കൈപ്പത്തിയുടെ വലുപ്പമായിരുന്നില്ല. വിരലുകൾക്ക് അസാധാരണമായ നീളമുണ്ടായിരുന്നു. അവസാനം ദീപക് ഒരു തീരുമാനത്തിലെത്തി. ഇത് വെറുതെ ഊഹിച്ചിരുന്നിട്ട് കാര്യമില്ല. ഉറക്കത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയണം. അവൻ പ്ലേ സ്റ്റോറിൽ കയറി സ്ലീപ്പ് റെക്കോർഡ് ആൻഡ് മോണിറ്റർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ഈ ആപ്പ് ഉറക്കത്തിലെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യും. കൂർക്കം വലിയോ സംസാരമോ മറ്റ് ശബ്ദങ്ങളോ ഉണ്ടെങ്കിൽ അത് ഗ്രാഫായി കാണിക്കും. നിശബ്ദതയുള്ള സമയത്ത് റെക്കോർഡ് ചെയ്യില്ല. ശബ്ദം കേൾക്കുമ്പോൾ മാത്രം റെക്കോർഡ് ചെയ്യും. അതാണിതിൻ്റെ പ്രത്യേകത. അന്ന് രാത്രി ദീപക് ഫോൺ ചാർജിനിട്ടു. ആപ്പ് ഓൺ ചെയ്ത് തലയിണയുടെ തൊട്ടടുത്ത് വെച്ചു. ഫോൺ എയർപ്ലെയിൻ മോഡിലായിരുന്നു. പുറത്തുനിന്നുള്ള കോളുകളോ മെസ്സേജുകളോ റെക്കോർഡിങ്ങിനെ ബാധിക്കരുത്. കാണാം ഞാൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ടോ എന്ന് അവൻ സ്വയം മന്ത്രിച്ചു. വാതിൽ ലോക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തി അവൻ കണ്ണുകൾ അടച്ചു. പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ 9 മണിക്കാണ് ദീപക് ഉണർന്നത്. പതിവില്ലാത്ത വിധം നല്ല ഉറക്കം ലഭിച്ചു. ശരീരത്തിൽ പുതിയ പാടുകളൊന്നുമില്ല. അവൻ ആശ്വാസത്തോടെ ഫോൺ കയ്യിലെടുത്തു. ആപ്പ് ഓപ്പൺ ചെയ്തു. സ്ക്രീനിൽ കണ്ട കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തിയില്ല. കുറേ ഗ്രാഫുകൾ. 7 മണിക്കൂർ ഉറക്കത്തിനിടയിൽ 15 റെക്കോർഡിങ്ങുകൾ. അവൻ ആദ്യത്തെ റെക്കോർഡിംഗ് പ്ലേ ചെയ്തു. സമയം 11:45 PM. അവൻ തിരിഞ്ഞു കിടക്കുന്ന ശബ്ദം പുതപ്പിൻ്റെ ഉരസൽ. അവൻ അടുത്തതിലേക്ക് പോയി. സമയം 1:15 AM. അവൻ്റെ കൂർക്കം വലി. ദീപക് ചിരിച്ചുപോയി. ഇതിനെയൊക്കെയാണോ ഞാൻ പേടിച്ചത്? അവൻ ബാക്കിയുള്ളവ വേഗത്തിൽ ഓടിച്ചു നോക്കി. എല്ലാം സാധാരണ ശബ്ദങ്ങൾ. എന്നാൽ ലിസ്റ്റിലെ അവസാനത്തെ റെക്കോർഡിംഗ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സമയം 3:03 AM. ഈ റെക്കോർഡിങ്ങിന് ദൈർഘ്യം കൂടുതലായിരുന്നു. ഏകദേശം 2 മിനിറ്റ്. ഗ്രാഫിലെ തരംഗങ്ങൾ ചുവന്ന നിറത്തിൽ ഉയർന്നു നിൽക്കുന്നു. അതായത് അവിടെ വലിയ ശബ്ദമുണ്ടായിട്ടുണ്ട്. ദീപക് പ്ലേ ബട്ടൺ അമർത്തി. ആദ്യം കനത്ത നിശബ്ദത. പിന്നെ ഫോണിൻ്റെ മൈക്കിനോട് ചേർന്ന് വളരെ അടുത്തു നിന്ന പോലെ ഒരു രസൽ. തുടർന്ന് ദീപകിൻ്റെ ശ്വാസം. പിന്നെ ഒരു ശബ്ദം. ആരോ വെറുപ്പോടെ അല്ലെങ്കിൽ പുച്ഛത്തോടെ ചുണ്ടുവേർപ്പിക്കുന്ന ശബ്ദം. ദീപക് സ്തംഭിച്ചുപോയി. അത് തൻ്റെ ശബ്ദമല്ല. ആ ശബ്ദത്തിന് വല്ലാത്തൊരു വ്യക്തതയുണ്ടായിരുന്നു. തുടർന്ന് റെക്കോർഡിങ്ങിൽ ഒരു അനക്കം കേൾക്കാം. തറയിലൂടെ ഭാരമുള്ള എന്തോ ഒന്ന് വലിച്ചിഴയ്ക്കുന്ന ശബ്ദം. അത് ബെഡ്റൂമിലെ കസേര നിറങ്ങുന്ന ശബ്ദമാണെന്ന് ദീപകിന് മനസ്സിലായി. പക്ഷെ അവൻ മുറി നോക്കിയപ്പോൾ കസേര അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. റെക്കോർഡിംഗ് അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു ശബ്ദം കൂടി. അതൊരു മുരൾച്ചയായിരുന്നു.
മനുഷ്യൻ്റെ തൊണ്ടയിൽ നിന്ന് തന്നെ, എന്നാൽ മൃഗത്തെ പോലെ. ഇവൻ എന്തിനാ ഇവിടെ വന്നത്? വാക്കുകൾ അവ്യക്തമായിരുന്നു, പക്ഷെ അത് മലയാളമാണെന്ന് ഉറപ്പാണ്. ആ ശബ്ദത്തിൽ കോപത്തേക്കാളുപരി കടുത്ത വെറുപ്പായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. ദീപകിൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൻ ആ ഭാഗം വീണ്ടും കേട്ടു. ഇവൻ എന്തിനാ ഇവിടെ വന്നത്? അതെ, അതുതന്നെ. അവൻ ഹെഡ്ഫോൺ വെച്ച് അത് പരമാവധി വോളിയത്തിൽ കേട്ടു. ആ ശബ്ദത്തിനു പിന്നിൽ വളരെ നേർത്തതായി ഒരു സ്ത്രീയുടെ കരച്ചിൽ പോലെ എന്തോ ഒന്ന് കേൾക്കാമായിരുന്നു. ദീപക് പേടിച്ച് ഫോൺ കട്ടിലിലേക്ക് എറിഞ്ഞു. ഇതൊരു തോന്നലല്ല, ഒരു സാങ്കേതിക തകരാറുമല്ല. ഈ മുറിയിൽ താൻ ഉറങ്ങുമ്പോൾ മറ്റാരോ ഉണ്ടായിരുന്നു. അവൻ ചുറ്റും നോക്കി. പട്ടാപ്പകൽ വെളിച്ചത്തിലും ആ മുറിക്ക് വല്ലാത്തൊരു ഇരുണ്ട ഭാവം തോന്നി. ദീപക് അന്ന് പകൽ മുഴുവൻ പുറത്തായിരുന്നു. ഫ്ലാറ്റിൽ നിൽക്കാൻ അവന് ഭയം തോന്നി. അവനൊരു കഫേയിലിരുന്ന് ബ്രോക്കർ രാജീവിനെ വിളിച്ചു. രാജീവ് ഏട്ടാ, ആ 6B ഫ്ലാറ്റിൻ്റെ കാര്യം ഒന്ന് സംസാരിക്കാനായിരുന്നു. എന്താ സാറേ, വെള്ളത്തിൻ്റെ പ്രശ്നം വല്ലതുമുണ്ടോ? രാജീവൻ ചോദിച്ചു. അതല്ല, അവിടെ ഇതിനു മുമ്പ് ആരാ താമസിച്ചിരുന്നത്? രാജീവൻ ഒന്നും അടിച്ചു. അത് അവിടെ ഒരു ഫാമിലി ആയിരുന്നു. പിന്നെ അവർ വെക്കേറ്റ് ചെയ്തു. എന്താ സാറേ ചോദിക്കുന്നത്? രാജീവ് ഏട്ടാ, സത്യം പറ, ആ ഫ്ലാറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എനിക്ക് ചില അസ്വസ്ഥതകൾ തോന്നുന്നു, അവൻ പറഞ്ഞു. ഫോണിൻ്റെ അങ്ങേ തലയ്ക്കൽ നിശബ്ദത. സാറേ, ഞാൻ നേരിട്ട് വരാം, അതും പറഞ്ഞ് രാജീവൻ ഫോൺ വെച്ചു. വൈകുന്നേരം രാജീവൻ വന്നു. അവർ പാർക്കിംഗ് ലോട്ടിൽ വെച്ചാണ് സംസാരിച്ചത്. സാറേ, ഞാൻ കള്ളം പറയുന്നില്ല. അവിടെ ആത്മഹത്യയോ കൊലപാതകമോ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ ഞാൻ സാറിനെ അവിടെ കയറ്റില്ലല്ലോ, രാജീവൻ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെന്താണ് പ്രശ്നം? ദീപക് ചോദിച്ചു. അവിടെ താമസിച്ചിരുന്ന ആ പയ്യൻ, പേര് ഹരി. അവൻ കുറച്ച് വിചിത്ര സ്വഭാവക്കാരനായിരുന്നു. ആരുമായിട്ടും സഹകരിക്കില്ല. പകൽ മുഴുവൻ മുറി അടച്ചിരിക്കും. രാത്രിയിലാണ് പുറത്തിറങ്ങുന്നത്. പെട്ടെന്നൊരു ദിവസം ഫ്ലാറ്റ് ഒഴിഞ്ഞുപോയി. പോകുമ്പോൾ മുറി മുഴുവൻ വിചിത്രമായ ചിത്രങ്ങൾ വരച്ചു വെച്ചിരുന്നു. ഓണർ പെയിൻ്റ് അടിച്ചിട്ടാണത് മാറ്റിയത്, രാജീവൻ പറഞ്ഞു. അവൻ എങ്ങോട്ടാണ് പോയതെന്നറിയാമോ? ഇല്ല സാറേ, പക്ഷേ അവൻ പോയ ശേഷം അവിടെ താമസിക്കാൻ വന്ന 2 പേരും ഒരാഴ്ച തികച്ചില്ല. അവർക്കും ഇതേപോലെ ഉറക്കമില്ലായ്മയും പേടിയുമൊക്കെ തോന്നിയെന്നാണ് പറഞ്ഞത്. ഞാൻ കരുതിയത് അവർക്ക് തോന്നിയതാകുമെന്നാണ്. ദീപകിന് അത്ഭുതം തോന്നിയില്ല. ആ ഹരിയുടെ നമ്പറുണ്ടോ? ഇല്ല, ഓണറുടെ കയ്യിൽ കാണും, ഞാൻ അന്വേഷിക്കാം, അതും പറഞ്ഞ് അവർ പിരിഞ്ഞു. ദീപക് തിരികെ ഫ്ലാറ്റിലെത്തി. രാജീവൻ പറഞ്ഞ കാര്യങ്ങൾ അവനെ കൂടുതൽ ചിന്തയിലാഴ്ത്തി. ഹരി, അവൻ്റെ വിചിത്രമായ പെരുമാറ്റങ്ങൾ. ആ ഫ്ലാറ്റിൽ ഹരി എന്താണ് ചെയ്തിരുന്നത്? ദീപക് മുറിയിൽ കയറി. പെയിൻ്റ് അടിച്ച ഭിത്തികളിൽ അവൻ സൂക്ഷിച്ചു നോക്കി. പുതിയ പെയിൻറ്റിനടിയിൽ പഴയ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? അവൻ ടോർച്ചെടുത്ത് ഭിത്തിയിൽ വശങ്ങളിൽ നിന്ന് വെളിച്ചമടിച്ചു നോക്കി. അതെ, ബെഡ്റൂമിൻ്റെ ഒരു മൂലയിൽ പെയിൻറ്റിന് ചെറിയൊരു തടിപ്പുണ്ട്. കത്തി ഉപയോഗിച്ച് എന്തോ പോറിയതുപോലെ. അവൻ സൂക്ഷിച്ചു നോക്കി. അതൊരു ചിത്രമായിരുന്നില്ല, എഴുത്തായിരുന്നു. പെയിൻറ്റിനടിയിൽ മറഞ്ഞുപോയ വരികൾ. അവൻ വിരലുകൊണ്ട് അതിലൂടെ ഓടിച്ചു. അവർ വരുന്നുണ്ട്, ഉറങ്ങരുത്. ദീപകിൻ്റെ രക്തം മരവിച്ചുപോയി. അപ്പോൾ ആ ഹരിക്കും ഇത് അനുഭവപ്പെട്ടിരുന്നു. അവൻ ഭ്രാന്തനായിരുന്നില്ല, അവൻ ഭയന്നതായിരുന്നു. ഇപ്പോൾ ആ ഭയം തന്നെയും തേടി വന്നിരിക്കുന്നു. അന്ന് രാത്രി ദീപക് ഉറങ്ങാൻ തയ്യാറായില്ല. അവനൊരു തീരുമാനമെടുത്തു. ഇന്ന് രാത്രി താൻ ഉറങ്ങില്ല. ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തണം. അവൻ ലാപ്ടോപ്പ് ഓൺ ചെയ്തു വെച്ചു. മുറിയിൽ ക്യാമറ വയ്ക്കാനുള്ള സംവിധാനമില്ലാത്തതുകൊണ്ട് അവൻ ലാപ്ടോപ്പിൻ്റെ വെബ് റെക്കോർഡിംഗ് ഓൺ ചെയ്ത് മുറി മുഴുവൻ കാണത്തക്ക രീതിയിൽ വെച്ചു. ഫോണിലെ സ്ലീപ്പ് റെക്കോർഡറും ഓൺ ചെയ്തു. കയ്യിലൊരു ക്രിക്കറ്റ് ബാറ്റും കരുതി അവൻ കസേരയിലിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. 12 മണി, 1 മണി. ദീപക് കാപ്പി കുടിച്ചുകൊണ്ട് ഉറക്കത്തെ പ്രതിരോധിച്ചു. പുറത്ത് കാറ്റ് വീശുന്ന ശബ്ദം. സമയം 2 മണി കഴിഞ്ഞു. പെട്ടെന്ന് ഫ്ലാറ്റിലെ ലൈറ്റുകൾ ഒന്ന് മിന്നി.
ദീപക് ജാഗരൂകനായി. അവൻ ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് നോക്കി. വെബ് ക്യാമിൽ അവൻ്റെ ചിത്രം കാണാം. പിന്നിലെ കട്ടിലും അടച്ചിട്ട വാതിലും കാണാം. പക്ഷേ സ്ക്രീനിൽ അവൻ്റെ പിന്നിൽ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഒരു ഇരുണ്ട രൂപം വരുന്നതുപോലെ. അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കട്ടിലിൻ്റെ അടിയിൽ ആരുമില്ല. അവൻ വീണ്ടും സ്ക്രീനിലേക്ക് നോക്കി. സ്ക്രീനിൽ ഇപ്പോൾ ആ രൂപം വ്യക്തമാണ്. കരിഞ്ഞ ശരീരമുള്ള, മുടി ജട പിടിച്ച മനുഷ്യരൂപമുള്ള ഒന്ന്. അത് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഇഴഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിൻ്റെ കണ്ണുകൾ ക്യാമറയിലേക്കല്ല, സ്ക്രീനിലേക്ക് നോക്കുന്ന ദീപകിൻ്റെ മുഖത്തേക്കാണ് ഉറ്റുനോക്കുന്നത്. ദീപക് ശ്വാസം വിടാൻ പോലും മറന്നുപോയി. നേരിട്ടുള്ള കാഴ്ചയിൽ അവിടെ ഒന്നുമില്ല. സ്ക്രീനിൽ മാത്രം കാണുന്ന പ്രേതം. പെട്ടെന്ന് സ്ക്രീനിലെ ആ രൂപം വായ തുറന്നു. അറപ്പുളവാക്കുന്ന പല്ലുകളില്ലാത്ത വായ. ലാപ്ടോപ്പിൻ്റെ സ്പീക്കറിലൂടെയല്ല, മറിച്ച് മുറിയിലെ അന്തരീക്ഷത്തിൽ നേരിട്ട് ആ ശബ്ദം മുഴങ്ങി. അതേ വെറുപ്പ് നിറഞ്ഞ പരുക്കൻ ശബ്ദം. നീ എന്നെ കാണുന്നുണ്ടോ? ദീപക് കസാരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. കൈതട്ടി ലാപ്ടോപ്പ് താഴെ വീണു. ആ നിമിഷം മുറിയിലെ ലൈറ്റ് അണഞ്ഞു. ഇരുട്ടിൽ തൻ്റെ തൊട്ടുമുന്നിൽ ആരുടെയോ ചൂടുള്ള ശ്വാസം അവൻ്റെ മുഖത്തടിച്ചു. മഴക്കാലത്തെ ഓടയുടെ നാറ്റം. പിന്നെ ഒരു കൈ അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കി. വിരലുകൾക്ക് ഇരുമ്പുകമ്പിയുടെ ബലമുണ്ടായിരുന്നു. ദീപക് കുതറി മാറാൻ ശ്രമിച്ചു. അവൻ്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വന്നില്ല. ആ പിടി മുറുകി വന്നു. അവൻ്റെ കാതുകളിൽ 1000 ഈച്ചകൾ ഒരുമിച്ച് പറക്കുന്നതുപോലെയുള്ള മൂളൽ. പോവിടുന്ന്. ആ ശബ്ദം അവൻ്റെ തലച്ചോറിനുള്ളിലാണ് കേട്ടത്. ദീപക് എങ്ങനെയോ സർവശക്തിയുമെടുത്ത് കൈ വീശി. അവൻ്റെ കൈ ക്രിക്കറ്റ് ബാറ്റിൽ തട്ടി. അവൻ ബാറ്റ് വീശി. അത് ശൂന്യതയിലാണ് കൊണ്ടത്. പക്ഷെ ആ പിടി അയഞ്ഞു. അവൻ ഇരുട്ടിലൂടെ വാതിലിൻ്റെ ദിശയിലേക്ക് ഓടി. വാതിൽ തുറന്ന് ഇടനാഴിയിലേക്ക് വീണു. പിന്നിൽ 6Bയുടെ വാതിൽ വലിയ ശബ്ദത്തോടെ തനിയെ അടഞ്ഞു. അവൻ നിലത്ത് കിടന്ന് കിതച്ചു. കഴുത്തിൽ 5 വിരലുകൾ അമർന്ന പാട് നീറുന്നുണ്ടായിരുന്നു. ആ രാത്രി അവൻ ഫ്ലാറ്റിലേക്ക് തിരികെ കയറിയില്ല. കാറിൽ പാർക്കിംഗ് ലോട്ടിൽ കിടന്നാണ് നേരം വെളുപ്പിച്ചത്. സെക്യൂരിറ്റി ചേട്ടൻ രാവിലെ വന്ന് ജനലിൽ തട്ടിയപ്പോഴാണ് അവൻ ഉണർന്നത്. എന്താ സാറേ ഇവിടെ കിടക്കുന്നത്? അയാൾ പരിഭ്രമത്തോടെ ചോദിച്ചു. ഒന്നുമില്ല ചേട്ടാ, താക്കോൽ കളഞ്ഞുപോയി. അവൻ കള്ളം പറഞ്ഞു. അന്ന് അവൻ ലീവ് എടുത്തു. അവന് വേണ്ടത് ഉത്തരങ്ങളായിരുന്നു. ഹരിയെ കണ്ടെത്തണം. അവൻ രാജീവിനെ വിളിച്ച് വീണ്ടും ഒന്നുകൂടി നിർബന്ധിച്ചു. അവസാനം ഓണറുടെ പക്കൽ നിന്ന് ഹരിയുടെ പഴയ അഡ്രസ്സ് സംഘടിപ്പിച്ചു. ഇടപ്പള്ളിയിലുള്ള ഒരു പഴയ വീട്. ദീപക് അവിടേക്ക് വണ്ടി വിട്ടു. അവിടെ എത്തിയപ്പോൾ കണ്ടത് പ്രായമായ ഒരമ്മയെയാണ്. ഹരി, അവനിവിടെയില്ല മോനെ. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവനിപ്പോൾ എവിടെയാണ്? ദീപക് ചോദിച്ചു. അവൻ മാനസിക രോഗാശുപത്രിയിലാണ്, തൃശ്ശൂരിൽ. ദീപക് ഞെട്ടിപ്പോയി. എന്താ സംഭവിച്ചതമ്മേ? അറിയില്ല മോനെ. കാക്കനാട് താമസിക്കാൻ തുടങ്ങിയ ശേഷമാണ് അവന് മാറ്റങ്ങൾ വന്നത്. അവനെ ആരോ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. അവസാനം ഒരു ദിവസം അവൻ ഇങ്ങോട്ട് ഓടി വന്നു. മുറിയിൽ നിന്ന് പുറത്തിറങ്ങില്ല. വെളിച്ചം കണ്ടാൽ പേടി. എപ്പോഴും ഇരുട്ടത്തിരിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ ആരെയും തിരിച്ചറിയുന്നില്ല. ദീപക് തൃശ്ശൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഹരിക്ക് മാത്രമേ ഇതിൻ്റെ സത്യമറിയൂ. തൃശ്ശൂരിലെ ആ മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ വരാന്തയിലൂടെ നടക്കുമ്പോൾ ദീപകിന് വല്ലാത്തൊരു ഭാരം തോന്നി. ഹരിയെ പാർപ്പിച്ചിരുന്ന സെല്ലിന് മുന്നിൽ അവനെത്തി. ഇരുളടഞ്ഞ മുറി. ജനലുകൾ അടച്ചിട്ടിരിക്കുന്നു. ഒരു മൂലയിൽ മുട്ടുകാലിൽ തലവെച്ച് ഒരു രൂപമിരിക്കുന്നു. ഹരി, ദീപക് വിളിച്ചു. ആ രൂപം മെല്ലെ തല ഉയർത്തി. കണ്ണുകൾ കുഴിഞ്ഞുപോയിരിക്കുന്നു. മുഖത്ത് നിറയെ പാടുകൾ. ദീപകിനെ കണ്ടതും ഹരിയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. അവൻ പിന്നിലേക്ക് നീങ്ങി. നീ എന്തിനാ വന്നത്? അതും നിന്റെ കൂടെയുണ്ടോ? ദീപക് വാതിലിൻ്റെ അഴികളിൽ പിടിച്ചു. ആരാണ് ഹരി? എന്താണ് ആ ഫ്ലാറ്റിലുള്ളത്? 6Bയിൽ. ഹരി വിറയ്ക്കാൻ തുടങ്ങി. അവൻ വിരൽ ചൂണ്ടി ദീപകിൻ്റെ തോളിലേക്ക് നോക്കി. അത് നിന്റെ തോളിലുണ്ട്. അത് നിന്നെ വിടില്ല.
ദീപക് ഭയന്ന് തൻ്റെ തോളിലേക്ക് നോക്കി. ഒന്നുമില്ല. ഹരി, കാര്യം പറ, ആരാണത്? ഹരി ചിരിക്കാൻ തുടങ്ങി. ഒരു ഭ്രാന്തൻ ചിരി. അതൊരു മനുഷ്യനല്ല, അതൊരു പരീക്ഷണമായിരുന്നു. പരീക്ഷണമോ? അതെ, ആ ഫ്ലാറ്റ്, അത് സാധാരണ ഫ്ലാറ്റല്ല, 6B. അതിനു മുമ്പ് അവിടെ എന്തായിരുന്നുവെന്ന് നിനക്കറിയാമോ? ഹരി എഴുന്നേറ്റ് വന്ന് അഴികളിൽ മുഖം ചേർത്തു. അവിടെ പണ്ടൊരു ശ്മശാനമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ശ്മശാനം. അത് മാന്തിപ്പൊളിച്ചാണ് ആ ഫ്ലാറ്റ് കെട്ടിയത്. പക്ഷേ ഹരിയുടെ ശബ്ദം താഴ്ന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ, ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്ന ഒരാൾ, അയാൾക്ക് പോകാൻ ഇഷ്ടമല്ലായിരുന്നു. അയാൾ സാത്താൻ സേവകനായിരുന്നു. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് അയാൾ ശബ്ദമെടുത്തു. തൻ്റെ മണ്ണിൽ കാലുകുത്തുന്നവൻ്റെ ജീവൻ താൻ എടുക്കുമെന്ന്. ദീപകിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ശബ്ദം? അവനറിയാതെ ചോദിച്ചുപോയി. ശബ്ദം? ഹരി ചിരിച്ചു. അത് തുടക്കം മാത്രമാണ്. അവൻ നിന്റെ ശബ്ദം പഠിക്കും, നിന്റെ ശ്വാസം പഠിക്കും. അവസാനം അവൻ നീയായി മാറും. ഞാനിപ്പോൾ ഞാനാണോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഹരി പെട്ടെന്ന് അഴികളിൽ തലയടിച്ച് കരയാൻ തുടങ്ങി. അവൻ വരുന്നുണ്ട്, 3 മണിക്ക് അവൻ വരും. ദീപക് അവിടുന്ന് ഇറങ്ങി ഓടി. ഇതൊരു പ്രേതകഥയല്ല, ഇതൊരു കെണിയാണ്. പക്ഷേ ഹരി പറഞ്ഞ ഒരു കാര്യം അവനെ ചിന്തിപ്പിച്ചു. അവൻ നീയായി മാറും. ദീപക് തൻ്റെ ഫോണിലെ റെക്കോർഡിങ്ങുകൾ ഓർത്തു. ആദ്യ ദിവസം വെറും ശബ്ദങ്ങൾ, 2ാമത്തെ ദിവസം വ്യക്തമായ മലയാളം, 3ാമത്തെ ദിവസം അത് തൻ്റെ ശബ്ദത്തിനോട് സാമ്യമുള്ളതായിരുന്നില്ലേ? അതെ, ഇവൻ എന്തിനാ ഇവിടെ വന്നത് എന്ന ആ ചോദ്യം, അത് തൻ്റെ തന്നെ ശബ്ദത്തിൻ്റെ ഒരു വികൃതമായ പതിപ്പായിരുന്നു. അത് തന്നെ അനുകരിക്കുകയാണ്, അത് തന്നെ പഠിക്കുകയാണ്. പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് സംഭവിക്കും? ദീപക് കാറിൽ കയറി. സമയം വൈകുന്നേരം 6 മണി. തിരിച്ച് കാക്കനാട്ടേക്ക് പോകാൻ അവന് പേടിയായിരുന്നു. പക്ഷേ അവൻ്റെ സാധനങ്ങളെല്ലാം അവിടെയാണ്. ലാപ്ടോപ്പ്, സർട്ടിഫിക്കറ്റുകൾ എല്ലാം. മാത്രമല്ല, ഒളിച്ചോടിയിട്ട് കാര്യമില്ല എന്ന് ഹരിയുടെ അവസ്ഥ തെളിയിക്കുന്നു. ഇതിനെ നേരിടണം, അല്ലെങ്കിൽ ഹരിയെപ്പോലെ ഭ്രാന്തനാകണം. പക്ഷെ എങ്ങനെ? അദൃശ്യമായ ശബ്ദത്തിലൂടെ സഞ്ചരിക്കുന്ന സാത്താൻ സേവകനായ ഒരു ആത്മാവിനെ എങ്ങനെ നേരിടും? ദീപക് ഗൂഗിളിൽ പരതിയില്ല. ടെക്നോളജിയാണ് ഇതിൻ്റെ മാധ്യമമെന്ന് അവന് തോന്നി. റെക്കോർഡിങ്ങിലൂടെയാണ് താൻ ഇതിനെ ആദ്യം കേട്ടത്. സ്ക്രീനിലൂടെയാണ് ഇതിനെ കണ്ടത്. ഇലക്ട്രോണിക് തരംഗങ്ങളിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. അവൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ തൻ്റെ സുഹൃത്ത് ജോസഫിനെ വിളിച്ചു. ജോസഫെ, എനിക്ക് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവുകളെപ്പറ്റി അറിയണം, ഒപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചും. അവൻ ധൃതിയിൽ പറഞ്ഞു. എന്താടാ പെട്ടെന്ന്? നീ വല്ല പ്രൊജക്റ്റും ചെയ്യുന്നുണ്ടോ? അതെ, ഒരു വലിയ പ്രോജക്റ്റ്, ജീവൻ്റെ പ്രൊജക്റ്റ്. ദീപക് കാർ സ്റ്റാർട്ട് ചെയ്തു. ലക്ഷ്യം കാക്കനാട് 6Bയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. പക്ഷേ ഇത്തവണ അവൻ തനിച്ചല്ല. കാറിൻ്റെ ഡിക്കിയിൽ വലിയൊരു ഇൻഡസ്ട്രിയൽ സ്പീക്കറും ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളുമുണ്ട്. അവൻ ആ ഫ്ലാറ്റിലെ 3 മണിയുടെ നിശബ്ദതയെ ഭേദിക്കാൻ പോവുകയാണ്. അതൊരു യുദ്ധമായിരിക്കും, ശബ്ദങ്ങൾ തമ്മിലുള്ള യുദ്ധം. രാത്രി 8 മണി. ഒലീവ് ഹൈറ്റ്സിൻ്റെ പാർക്കിംഗ് ലോട്ടിലേക്ക് ദീപകിൻ്റെ കാർ തിരിച്ചെത്തി. ഇത്തവണ അവൻ തനിച്ചായിരുന്നില്ല. കൂടെ ജോസഫ് ഉണ്ടായിരുന്നു. ദീപകിൻ്റെ കോളേജ് കാലം മുതലുള്ള സുഹൃത്തും സൗണ്ട് എഞ്ചിനീയറിംഗിൽ വിദഗ്ധനുമാണ് ജോസഫ്. കാറിൻ്റെ ഡിക്കി തുറന്ന് അവർ വലിയ 2 സ്റ്റുഡിയോ മോണിറ്റർ സ്പീക്കറുകളും കുറേ വയറുകളും ഒരു ഓഡിയോ ഇൻ്റർഫേസും പുറത്തെടുത്തു. നീ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോടാ? ലിഫ്റ്റിലേക്ക് സാധനങ്ങൾ കയറ്റുന്നതിനിടയിൽ ജോസഫ് ചോദിച്ചു. അവൻ്റെ മുഖത്ത് വിശ്വാസമില്ലായ്മ വ്യക്തമായിരുന്നു. ഹരി പറഞ്ഞ കാര്യങ്ങൾ അതവൻ്റെ ഹാലുസിനേഷൻ ആയിക്കൂടെ? മാനസികമായി തകർന്ന ഒരാളുടെ ജൽപ്പനങ്ങൾ. ദീപക് ലിഫ്റ്റിൻ്റെ പാനലിലെ 6 എന്ന ബട്ടൺ അമർത്തി. അവൻ ഭ്രാന്തനായിരിക്കാം ജോസഫെ, പക്ഷേ എൻ്റെ ഫോണിലെ റെക്കോർഡിങ്ങുകൾ ഭ്രാന്തല്ല. എൻ്റെ ശരീരത്തിലെ പാടുകൾ ഭ്രാന്തല്ല. അത് നീ കേട്ടതല്ലേ? ജോസഫ് അതിന് മറുപടി പറഞ്ഞില്ല. ദീപക് അയച്ചു കൊടുത്ത ആ ഓഡിയോ ക്ലിപ്പ് ആരോ ചുണ്ടുവെറുപ്പിക്കുന്നതും
പരുക്കൻ ശബ്ദത്തിൽ സംസാരിക്കുന്നതും അവൻ കേട്ടിരുന്നു. അത് ഫേക്കാണെന്ന് പറയാൻ അവന് കഴിഞ്ഞില്ല. ആ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് വായുവിലൂടെയല്ല, നേരിട്ട് മൈക്കിലേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് പോലെയുള്ള ഒരു ഡ്രൈ സൗണ്ടായിരുന്നു. 6Bയുടെ വാതിൽ തുറക്കുമ്പോൾ ദീപക്കിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അകത്ത് കയറിയ ഉടനെ അവനെല്ലാ ലൈറ്റുകളും ഓൺ ചെയ്തു. മുറിയിൽ മാറ്റമൊന്നുമില്ല, പക്ഷേ വായുവിന് ഒരു കനം തോന്നി. അടച്ചിട്ട മുറിയുടെ ഗന്ധത്തിനിടയിൽ നേർത്തൊരു അഴുകിയ ഗന്ധം. അവർ വേഗം പണി തുടങ്ങി. ജോസഫ് ഹാളിൻ്റെ നടുവിൽ ഒരു ടേബിൾ ഇട്ടു. അതിൽ ലാപ്ടോപ്പും ഓഡിയോ ഇൻ്റർഫേസും സെറ്റ് ചെയ്തു. 2 സ്പീക്കറുകൾ മുറിയുടെ 2 കോണുകളിലായി പരസ്പരം ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ചു. എന്താ നിന്റെ പ്ലാൻ? ജോസഫ് വയറുകൾ കണക്ട് ചെയ്യുന്നതിനിടയിൽ ചോദിച്ചു. നോക്ക്, ഇവൻ അല്ലെങ്കിൽ ഇത് ശബ്ദമാണ് ഉപയോഗിക്കുന്നത്, ദീപക് വിശദീകരിച്ചു. റെക്കോർഡിങ്ങുകളിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ആ ശബ്ദം വരുന്നതിന് തൊട്ടു മുമ്പ് ഒരു ലോ ഫ്രീക്വൻസി ഹം കേൾക്കാം. ഏകദേശം 19 ഹെർട്സിനും 20 ഹെർട്സിനും ഇടയിൽ. അത് മനുഷ്യൻ്റെ ചെവിക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ അത് ഭയമുണ്ടാക്കും. ഇൻഫ്രാ സൗണ്ട്. അതുകൊണ്ട് ജോസഫ് സംശയത്തോടെ ദീപക്കിനെ നോക്കി. നമ്മളതിനെ ജാം ചെയ്യാൻ പോകുന്നു. വൈറ്റ് നോയ്സ് അല്ല, പിങ്ക് നോയ്സ് ഉപയോഗിച്ച്. ഒപ്പം ഞാൻ റെക്കോർഡ് ചെയ്ത ആ ശബ്ദത്തിൻ്റെ ഫേസ് ഇൻവേർട്ട് ചെയ്ത് തിരിച്ച് പ്ലേ ചെയ്യും. നോയ്സ് ക്യാൻസലേഷൻ ഹെഡ്ഫോണിൻ്റെ അതേ ടെക്നോളജി. ആ ശബ്ദതരംഗങ്ങളെ നമ്മൾ ഇല്ലാതാക്കുന്നു. ജോസഫ് ദീപക്കിനെ സംശയത്തോടെ നോക്കി. നീ ഇതൊരു പ്രേതത്തെ പിടിക്കാനാണോ ഉപയോഗിക്കുന്നത്? ഇത് സയൻസാണ് ദീപു. എനിക്കറിയാം, പക്ഷേ ഇവിടെ സയൻസും അന്ധവിശ്വാസവും തമ്മിലുള്ള വര മാഞ്ഞു പോയിരിക്കുന്നു. രാത്രി 10 മണിയായപ്പോഴേക്കും സെറ്റപ്പ് പൂർത്തിയായി. മുറിയിൽ നേർത്തൊരു ഹിസ് ശബ്ദം നിറഞ്ഞു നിന്നു. അത് സ്പീക്കറുകൾ ഓൺ ആയതിൻ്റെ ശബ്ദമാണ്. ഞാൻ നിൽക്കണോ? ജോസഫ് ചോദിച്ചു. സത്യത്തിൽ അവൻ അവിടെ നിൽക്കാൻ ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. ആ മുറിയിലെ അന്തരീക്ഷം അവനെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. വേണ്ട, നീ പോയിക്കോ, ഇത് പേഴ്സണലാണ്. ഹരി പറഞ്ഞത് ശരിയാണെങ്കിൽ ഇതെന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. മറ്റൊരാൾ കൂടെയുണ്ടെങ്കിൽ അത് പുറത്തു വരില്ല. ജോസഫ് പോയി കഴിഞ്ഞ് ദീപക് വാതിലുകൾ ഭദ്രമായി പൂട്ടി. ഹാളിലെ കസാരയിൽ ആ സ്പീക്കറുകൾക്ക് നടുവിൽ അവൻ ഇരുന്നു. മുന്നിൽ ലാപ്ടോപ്പ് സ്ക്രീൻ. അതിൽ ഓഡിയോ വേവ് അനലൈസർ ഓൺ ചെയ്തിട്ടുണ്ട്. സമയം 10:30 PM. ഇനിയുള്ളത് കാത്തിരിപ്പാണ്. 3 മണിവരെ. സമയം ഇഴഞ്ഞു നീങ്ങി. ദീപക് ലാപ്ടോപ്പിലെ ഗ്രാഫിലേക്ക് നോക്കിയിരുന്നു. മുറിയിലെ നിശബ്ദതയിൽ ഫ്രിഡ്ജിൻ്റെ മൂളലും ഇടയ്ക്കിടെയുള്ള ലിഫ്റ്റിൻ്റെ ശബ്ദവും മാത്രം. 12 മണി കഴിഞ്ഞപ്പോൾ ദീപക്കിന് വല്ലാത്ത ദാഹം തോന്നി. അവൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. ബോട്ടിലിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. താഴെ നഗരം ഉറങ്ങിക്കിടക്കുന്നു. ദൂരെ ഹൈവേയിലെ തെരുവിളക്കുകൾ ഒരു മാല പോലെ കാണാം. പെട്ടെന്ന് ജനലിൻ്റെ ചില്ലിൽ ഒരു പ്രതിബിംബം. അവൻ്റെ പിന്നിൽ ഹാളിൻ്റെ വാതിൽക്കൽ ആരോ നിൽക്കുന്നു. ദീപക് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആരുമില്ല. ഹാളിലെ വെളിച്ചം അടുക്കളയിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. വാതിൽക്കൽ ആരുമില്ല. ഭ്രമമാണ്, എല്ലാം ഭ്രമം, അവൻ സ്വയം പറഞ്ഞു. പക്ഷേ അവൻ തിരികെ ഹാളിലേക്ക് നടക്കുമ്പോൾ നിലത്ത് വിരിച്ചിരുന്ന റഗ് അല്പം ചുളിയുന്നതായി അവൻ കണ്ടു. ആരോ അദൃശ്യമായി അതിലൂടെ നടന്നതുപോലെ. അവൻ തിരികെ വന്ന് കസാരയിലിരുന്നു. ലാപ്ടോപ്പ് സ്ക്രീനിലെ ഗ്രാഫ് സാധാരണ നിലയിലാണ്. ശബ്ദങ്ങളൊന്നുമില്ല. സമയം 1:45 AM. ദീപകിൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ഈ സമയത്ത് ആരാണ്? അവൻ ഫോൺ നോക്കി. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അവൻ്റെ ശ്വാസം നിലച്ചുപോയി. ദീപക് കോളിംഗ്. അവൻ്റെ സ്വന്തം നമ്പർ. അവൻ്റെ ഫോണിലേക്ക് അവൻ്റെ തന്നെ നമ്പറിൽ നിന്ന് കോൾ വരുന്നു. ഇത് സാങ്കേതികമായി അസാധ്യമാണ്. സിം കാർഡ് ക്ലോൺ ചെയ്താലോ സ്പൂഫിംഗ് ആപ്പ് ഉപയോഗിച്ചാലോ മാത്രമേ ഇത് നടക്കൂ. വിറയ്ക്കുന്ന കൈകളോടെ അവൻ കോൾ എടുത്തു. ഹലോ. മറുതലയ്ക്കൽ നിശബ്ദത. പിന്നെ വളരെ പരിചിതമായ ഒരു ശബ്ദം. ഹലോ. അത് ദീപകിൻ്റെ ശബ്ദമായിരുന്നു, ഒരു മാറ്റവുമില്ലാതെ. ആരാണിത്? ദീപക് ചോദിച്ചു. ആരാണിത്? മറുതലയ്ക്കൽ നിന്ന് അതേ ചോദ്യം ആവർത്തിച്ചു, ഒരു എക്കോ പോലെ. കളിക്കല്ലേ,
നീ ആരാണെന്ന് എനിക്കറിയാം. അപ്പുറത്തൊരു ചെറിയ ചിരി, ദീപക്കിൻ്റെ ചിരി. എനിക്ക് നിന്നെ കാണാം ദീപക്. നീ ആ കസാരയിൽ ഇരിക്കുകയാണ്. നിന്റെ മുന്നിൽ ആ കറുത്ത പെട്ടിയുണ്ട്. നീ പേടിച്ചിരിക്കുകയാണ്. ദീപക് ചുറ്റും നോക്കി. നീ നീ എവിടെയാണ്? ഞാൻ ഇവിടെയുണ്ട്, നിന്റെ തൊട്ടു പിന്നിൽ. ദീപക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ആരുമില്ല. പക്ഷെ ഫോണിലൂടെ അവൻ കേട്ടു, അവിടെയല്ല, നിന്റെ ഉള്ളിൽ. കോൾ കട്ടായി. ദീപക് മേശപ്പുറത്ത് ഫോൺ വെച്ചു. അവൻ്റെ നെഞ്ചെടുപ്പ് ചെവിയിൽ കേൾക്കാം. ഇതൊരു സാധാരണ പ്രേതബാധയല്ല, ഇതൊരു മനഃശാസ്ത്രപരമായ കളിയാണ്. ഹരി പറഞ്ഞത് സത്യമാണ്. ഇത് തന്നെ അനുകരിക്കുകയാണ്. തൻ്റെ വ്യക്തിത്വം കവർന്നെടുക്കാൻ ശ്രമിക്കുകയാണ്. നീ വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവൻ ലാപ്ടോപ്പിലെ പിങ്ക് നോയ്സ് ജനറേറ്റർ ഓൺ ചെയ്യാൻ തയ്യാറായി. മൗസിൽ വിരൽ വെച്ചു. സമയം 2:55 AM. മുറിയിലെ താപനില പെട്ടെന്ന് കുറഞ്ഞതുപോലെ തോന്നി. AC ഓഫായിരുന്നു. എന്നിട്ടും ഒരു തണുപ്പ്. ലാപ്ടോപ്പ് സ്ക്രീനിലെ അനലൈസറിൽ ഒരു മാറ്റം കണ്ടു. 20 ഹെർട്സിന് താഴെയുള്ള ലൈനുകൾ പതിയെ ഉയരാൻ തുടങ്ങി. ഇൻഫ്രാസൗണ്ട്. അവൻ വരുന്നുണ്ട്. 3 AM. മുറിയിലെ ലൈറ്റുകൾ ഒന്ന് ഡിമ്മായി. പിന്നെ ആ ശബ്ദം. ഇത്തവണ അത് സ്പീക്കറിലൂടെയല്ല, മുറിയുടെ 4 മൂലകളിൽ നിന്നും ഒരേ സമയം മുഴങ്ങി. ഒരു കൂട്ടം ആളുകൾ പിറുപിറുക്കുന്ന ശബ്ദം. എന്താണെന്ന് വ്യക്തമല്ല, പക്ഷെ അത് മലയാളം തന്നെയാണ്. ദീപക് വോളിയം നോബ് തിരിച്ചു. പിങ്ക് നോയ്സ് സ്പീക്കറിലൂടെ പുറത്തു വരാൻ തുടങ്ങി. ശക്തമായ മഴ പെയ്യുന്നത് പോലെയുള്ള ശബ്ദം മുറിയിൽ നിറഞ്ഞു. ആ പിറുപിറുക്കലുകൾ നിലച്ചു. ദീപക് ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു. പക്ഷേ അടുത്ത നിമിഷം സ്പീക്കറിലെ ശബ്ദം മാറി. പിങ്ക് നോയ്സിനിടയിലൂടെ ഒരു പാട്ട് കേൾക്കാൻ തുടങ്ങി. വളരെ പഴയ ഒരു മലയാളം പാട്ട്. ഗ്രാമഫോണിൽ കേൾക്കുന്നത് പോലെ അവ്യക്തമായി. ദീപക് വോളിയം കൂട്ടി. പാട്ടിൻ്റെ ശബ്ദവും കൂടി. അവൻ സിസ്റ്റം മ്യൂട്ട് ചെയ്തു. പക്ഷേ സ്പീക്കറുകൾ നിശബ്ദമായില്ല. പവർ സപ്ലൈ കട്ട് ചെയ്തിട്ടും സ്പീക്കറുകൾ പാടിക്കൊണ്ടേയിരുന്നു. അവൻ്റെ ഉപകരണങ്ങളെ അത് ഹൈജാക്ക് ചെയ്തിരുന്നു. പെട്ടെന്ന് പാട്ട് നിന്നു. ഒരു ഭീകരമായ നിശബ്ദത. ദീപകിൻ്റെ തൊട്ടുമുന്നിൽ ടേബിളിൻ്റെ അപ്പുറത്തിട്ടിരുന്ന ഒഴിഞ്ഞ കസാര മെല്ലെ അനങ്ങി. അതിലാരോ ഇരിക്കുന്നത് പോലെ കുഷ്യൻ താഴ്ന്നു. ദീപക് മരവിച്ചിരുന്നു. അവൻ്റെ മുന്നിലെ ശൂന്യതയിൽ നിന്ന് ഒരു ശബ്ദം. ഇത്തവണ അത് ദീപകിൻ്റെ ശബ്ദമല്ല, ആ പഴയ വെറുപ്പ് നിറഞ്ഞ പരുക്കൻ ശബ്ദം. നിനക്ക് ശബ്ദം കൊണ്ടെന്നെ തടയാൻ പറ്റുമോ? ദീപക് വിറച്ചുകൊണ്ട് ലാപ്ടോപ്പിലെ 2ാമത്തെ ഫയൽ ഓപ്പൺ ചെയ്തു. എനിക്ക് പറ്റും, കാരണം ഇത് നിന്റെ തന്നെ ശബ്ദമാണ്. ഫേസ് ഇൻവെർട്ടഡ്. അവൻ പ്ലേ ബട്ടൺ അമർത്തി. ഉഗ്രമായ സ്ഫോടന ശബ്ദം പോലെ എന്തോ ഒന്ന് സ്പീക്കറിലൂടെ പുറത്തു വന്നു. സാധാരണ ചെവിക്ക് കേൾക്കാൻ പറ്റാത്ത, എന്നാൽ തലച്ചോറിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു ഫ്രീക്വൻസി. മുറിയിലെ ജനൽ ചില്ലുകൾ വിറച്ചു. ദീപകിന് തല കറങ്ങുന്നതുപോലെ തോന്നി. അവൻ ചെവി പൊത്തി. കസാരയിലിരുന്ന ആ അദൃശ്യരൂപം ഉറക്കെ അലറി. മനുഷ്യൻ്റേതല്ലാത്ത ഒരു അലർച്ച. മുറിയിലെ പുസ്തകങ്ങളും പേപ്പറുകളും കാറ്റിലെന്ന പോലെ പറന്നു. ടേബിൾ ലാമ്പ് മറിഞ്ഞു വീണു. ദീപക് വിട്ടുകൊടുത്തില്ല. അവൻ വോളിയം മാക്സിമത്തിൽ വെച്ചു. ആ മുറി ഒരു യുദ്ധക്കളമായി മാറി. ശബ്ദതരംഗങ്ങൾ വായുവിനെ കീറി മുറിച്ചു. പോ ഇവിടുന്ന്, ദീപക് അലറി വിളിച്ചു. അദൃശ്യരൂപം ദീപകിൻ്റെ കഴുത്തിന് നേരെ ആഞ്ഞു വന്നു. ഒരു തണുത്ത കാറ്റ് അവനെ തള്ളിയിട്ടു. അവൻ കസാരയോടെ പിന്നിലേക്ക് മറിഞ്ഞു വീണു. വീഴ്ചയിൽ തല നിലത്തിടിച്ചു. അവൻ്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറുന്നതിനു മുമ്പ് അവൻ കണ്ടു. ലാപ്ടോപ്പ് സ്ക്രീൻ തനിയെ ഓഫാകുന്നു. സ്പീക്കറുകൾ പുകയുന്നു. പിന്നെ എല്ലാം നിശബ്ദമായി. ദീപക് കണ്ണു തുറക്കുമ്പോൾ സമയം രാവിലെ 6 മണി. ജനലിലൂടെ വെയിൽ മുറിയിലേക്ക് അടിച്ചു കയറുന്നു. അവൻ തറയിൽ കിടക്കുകയായിരുന്നു. തലയ്ക്ക് വല്ലാത്ത ഭാരം. അവൻ മെല്ലെ എഴുന്നേറ്റു. മുറി അലങ്കോലമായി കിടക്കുന്നു. സ്പീക്കറുകൾ മറിഞ്ഞു വീണിട്ടുണ്ട്. ലാപ്ടോപ്പ് തറയിലാണ്. ആ സാന്നിധ്യം, അത് പോയോ? മുറിക്കിപ്പോൾ പഴയതുപോലെ കനമില്ല, ശാന്തമാണ്. അവൻ ലാപ്ടോപ്പ് എടുത്തു നോക്കി. സ്ക്രീൻ പൊട്ടിയിട്ടുണ്ട്, എങ്കിലും ഓണായി. അവൻ ഇന്നലെ രാത്രിയിലെ റെക്കോർഡിങ്ങുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു.
ഓഡിയോ ഫയൽ സേവ് ആയിട്ടുണ്ട്. അവൻ ഹെഡ്ഫോൺ വെച്ച് പ്ലേ ചെയ്തു. ആദ്യം പിങ്ക് നോയ്സ്, പിന്നെ ആ പാട്ട്, പിന്നെ ദീപക്കിൻ്റെ ശബ്ദം, പോ ഇവിടുന്ന്. പക്ഷേ അവിടെയാണ് ദീപക് ഞെട്ടിയത്. റെക്കോർഡിങ്ങിൽ ദീപക്കിൻ്റെ ശബ്ദത്തിന് മറുപടിയായി കേട്ടത് അലർച്ചയല്ല, വളരെ വ്യക്തമായ ശാന്തമായ മറ്റൊരു ശബ്ദമായിരുന്നു. അത് ദീപക്കിൻ്റെ തന്നെ ശബ്ദമായിരുന്നു. റെക്കോർഡിങ്ങിൽ അത് ഇങ്ങനെയാണ് കേട്ടത്. ശാന്തമായി ചിരിച്ചുകൊണ്ടുള്ള മറുപടി, ഞാൻ എങ്ങോട്ട് പോകാൻ, ഇത് ഞാനല്ലേ. ദീപക് ഹെഡ്ഫോൺ വലിച്ചൂരി. താൻ ഇന്നലെ രാത്രി കേട്ടത് അലർച്ചയായിരുന്നു, പക്ഷേ റെക്കോർഡിങ്ങിൽ പതിഞ്ഞത് സംഭാഷണമാണ്. ഇതിനർത്ഥം അത് തൻ്റെ തലച്ചോറിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നു എന്നാണോ? അതോ റെക്കോർഡിങ്ങിൽ കൃത്രിമം കാണിച്ചതോ? അവൻ ബാത്റൂമിൽ പോയി മുഖം കഴുകി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൻ സ്തംഭിച്ചുപോയി. കഴുത്തിൽ ഇന്നലെ രാത്രിയുണ്ടായ പാടുകൾ, അവ മാഞ്ഞു പോയിരിക്കുന്നു. പകരം അവൻ്റെ നെറ്റിയിൽ കൃത്യം പുരികത്തിനു മുകളിലായി ഒരു പുതിയ മുറിവുണ്ട്. ഒരു വൃത്തം, അതിനുള്ളിൽ ഒരു കുരിശ്. പക്ഷെ അത് വരച്ചതല്ല, തൊലിപ്പുറത്ത് പൊള്ളിച്ചതുപോലെ. അവനത് തൊട്ടുനോക്കി. വേദനയില്ല. പെട്ടെന്ന് ബാത്റൂമിലെ വെളിച്ചം മിന്നി. കണ്ണാടിയിലെ പ്രതിബിംബം, അതനങ്ങിയില്ല. ദീപക് കൈ താഴ്ത്തി. പക്ഷേ കണ്ണാടിയിലെ ദീപക് കൈ താഴ്ത്തിയില്ല. ആ പ്രതിബിംബം അവനെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ ഹരി പറഞ്ഞ ഭ്രാന്തുണ്ടായിരുന്നു. ഇനി നമ്മളൊന്നാണ്. പ്രതിബിംബത്തിൻ്റെ ചുണ്ടുകൾ അനങ്ങിയില്ല. പക്ഷേ ശബ്ദം ദീപകിൻ്റെ തലയിൽ മുഴങ്ങി. ദീപക് ഭയന്ന് പിന്നിലേക്ക് മാറി. ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷേ വാതിൽ തുറക്കുന്നില്ല. ലോക്ക് ജാമായതല്ല, പുറത്തുനിന്ന് ആരോ പിടിച്ചതുപോലെ. തുറക്ക്, വാതിൽ തുറക്ക്. അവൻ വാതിലിൽ ഇടിച്ചു. കണ്ണാടിയിലെ പ്രതിബിംബം മെല്ലെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഗ്ലാസ് എന്ന പ്രതലം ദ്രാവകം പോലെയായി. അതിൽ നിന്ന് ദീപക്കിൻ്റെ രൂപമുള്ള ആ രൂപം, അല്ല ക്യാപ്റ്റൻ, പുറത്തേക്കിറങ്ങി. അതിൻ്റെ കണ്ണുകൾ കറുത്തിരുണ്ടിരുന്നു. കൃഷ്ണമണികളില്ല. അത് ദീപക്കിൻ്റെ അടുത്തേക്ക് വന്നു. ദീപക് ഭയന്ന് ബാത്റൂമിൻ്റെ മൂലയിലേക്ക് ഒതുങ്ങി. ആ രൂപം ദീപകിൻ്റെ തൊട്ടടുത്ത് വന്ന് നിന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദീപകിൻ്റെ അതേ ശബ്ദത്തിൽ പറഞ്ഞു, നീ ഇനി വിശ്രമിക്ക്, ഇനി ഞാൻ ജീവിക്കാം. ആ രൂപം കൈ ഉയർത്തി ദീപകിൻ്റെ നെറ്റിയിൽ തൊട്ടു. ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ചതുപോലെ ദീപക് വിറച്ചു. അവൻ്റെ ബോധം മറഞ്ഞു. അവസാനമായി അവൻ കണ്ടത് തൻ്റെ തന്നെ രൂപം വാതിൽ തുറന്ന് പുറത്തേക്ക് നടക്കുന്നതാണ്. ദീപക് കണ്ണു തുറന്നു. അവൻ കിടക്കുന്നത് ബാത്റൂമിലല്ല, ഹാളിലെ സോഫയിലാണ്. സമയം രാവിലെ 9 മണി. തലവേദനയില്ല, ക്ഷീണമില്ല, വല്ലാത്തൊരു ഉന്മേഷം തോന്നുന്നു. അവൻ എഴുന്നേറ്റ് ചുറ്റും നോക്കി. മുറി വൃത്തിയായി കിടക്കുന്നു. സ്പീക്കറുകൾ ഭംഗിയായി അടുക്കി വച്ചിരിക്കുന്നു. പൊട്ടിയ ലാപ്ടോപ്പ് ടേബിളിലില്ല. പകരം പുതിയൊരു മാക്ബുക്ക് ഇരിക്കുന്നു. ഇതെപ്പോ? അവൻ ആലോചിച്ചു. ഓർമ്മകൾക്ക് ഒരു അവ്യക്തത. അവൻ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കി. നെറ്റിയിൽ പാടുകളൊന്നുമില്ല. മുഖം തിളങ്ങുന്നു. കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം. അവൻ ഫോൺ എടുത്തു. ജോസഫിൻ്റെ മിസ്ഡ് കോളുകളുണ്ട്. അവൻ തിരിച്ചു വിളിച്ചു. ഹലോ ജോസഫ്. എടാ ദീപു, എന്തുപറ്റി? രാത്രി മുതൽ വിളിക്കുന്നു. നീ ആ പരീക്ഷണം നടത്തിയോ? ദീപക് ചിരിച്ചു. ആ ചിരിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഏയ്, അതൊക്കെ വെറും തോന്നലായിരുന്നടാ. ഞാൻ ഇന്നലെ രാത്രി നല്ല ഉറക്കമായിരുന്നു. ഇവിടെ പ്രേതവുമില്ല, ഒന്നുമില്ല. ഞാൻ വെറുതെ സ്ട്രെസ് അടിച്ച് ഭ്രാന്തനായതാ. ജോസഫ് അപ്പുറത്ത് അല്പം സംശയത്തോടെ നിന്നു. ആണോ? എന്നാലും നീ ആ സാധനങ്ങൾ... അതൊക്കെ ഞാൻ പാക്ക് ചെയ്തു വെച്ചു. നീ വന്നെടുത്തോ. എനിക്ക് ഓഫീസിൽ പോണം. ബൈ. അവൻ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ദീപക്കല്ല, ആ ശരീരത്തിനുള്ളിലെ പുതിയ ആൾ. അവൻ ഷർട്ട് മാറി ബാഗ് എടുത്ത് പുറത്തിറങ്ങി. 6B വാതിൽ പൂട്ടുമ്പോൾ അവൻ ആ നമ്പറിലേക്ക് നോക്കി ഒന്ന് കണ്ണിറുക്കി. ലിഫ്റ്റിൽ കയറി താഴെ എത്തി. സെക്യൂരിറ്റി ചേട്ടൻ സല്യൂട്ട് അടിച്ചു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, അവൻ മറുപടി പറഞ്ഞു. ശബ്ദത്തിൽ പഴയതിലും ഗാംഭീര്യം. പാർക്കിംഗ് ലോട്ടിൽ വെച്ച് 6Aയിലെ കുട്ടിയെ കണ്ടു. അവൾ പന്ത് തട്ടി കളിക്കുകയായിരുന്നു. ദീപകിനെ കണ്ടപ്പോൾ അവൾ ചിരിച്ചു. അവൻ തിരിച്ചു ചിരിച്ചു.
എന്നിട്ട് അവളുടെ അടുത്തേക്ക് കുനിഞ്ഞ് വളരെ പതുക്കെ ആ പഴയ പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു, "മോളുടെ പേരെന്താ?" കുട്ടി ഭയന്ന് പിന്നിലേക്ക് മാറി. അവളുടെ കണ്ണുകൾ വിടർന്നു. കുട്ടികൾക്കും മൃഗങ്ങൾക്കും ആ സാന്നിധ്യം പെട്ടെന്ന് മനസ്സിലാകും. അവൻ ചിരിച്ചുകൊണ്ട് കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റിലൂടെ പുറത്തേക്ക് പോയി, നഗരത്തിൻ്റെ തിരക്കിലേക്ക്. ഇനി അവന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഹരി പരാജയപ്പെട്ടു. പക്ഷേ ദീപക് ഒരു നല്ല പാത്രമായിരുന്നു. ശബ്ദരേഖ അത് പുതിയൊരു ഫ്രീക്വൻസിയിലേക്ക് മാറുകയാണ്. കൊച്ചിയിലെ തിരക്കേറിയ MG റോഡിലൂടെ ദീപക് കാർ ഓടിക്കുമ്പോൾ പാലാരിവട്ടത്തുള്ള തൻ്റെ സ്റ്റുഡിയോയിലിരുന്ന് ജോസഫ് ഒരു വലിയ കണ്ടുപിടുത്തത്തിന് മുന്നിലായിരുന്നു. ദീപകിൻ്റെ ഫോണിൽ നിന്ന് രാവിലെ വന്ന ആ കോൾ. ഞാൻ ഇന്നലെ നല്ല ഉറക്കമായിരുന്നു എന്ന് പറഞ്ഞ ആ കോൾ ജോസഫ് റെക്കോർഡ് ചെയ്തിരുന്നു. വെറുമൊരു കൗതുകത്തിന് അവൻ ആ ഓഡിയോ ഫയൽ തൻ്റെ സ്പെക്ട്രൽ അനലൈസർ സോഫ്റ്റ്വെയറിലേക്ക് ഇട്ടു. സ്ക്രീനിൽ തെളിഞ്ഞ ഗ്രാഫ് കണ്ട് ജോസഫ് കസാരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. മനുഷ്യ ശബ്ദത്തിന് സാധാരണ ഒരു ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയും അതിനു മുകളിൽ ഹാർമോണിക്സുമാണ് ഉണ്ടാവുക. എന്നാൽ ദീപകിൻ്റെ ശബ്ദത്തിൽ 2 ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസികൾ ഒരേ സമയം പ്രവർത്തിക്കുന്നു. ഒന്ന് ദീപകിൻ്റെ സ്വാഭാവിക ശബ്ദം, രണ്ടാമത്തേത് മനുഷ്യൻ്റെ തൊണ്ടയിൽ നിന്ന് വരാൻ സാധ്യതയില്ലാത്ത 18 ഹെർട്സിൽ താഴെയുള്ള ഒരു ഇൻഫ്രാസൗണ്ട് തരംഗം. ഇതിനർത്ഥം ദീപക് സംസാരിക്കുമ്പോൾ അവൻ്റെ സ്വനപേടകത്തിന് പിന്നിൽ മറ്റെന്തോ കൂടി സ്പന്ദിക്കുന്നുണ്ട് എന്നാണ്. പോളിഫോണിക്കായ ഒരു ശബ്ദം. ഇവൻ പറയുന്നത് കള്ളമാണ്. ജോസഫ് പിറുപിറുത്തു. ഇന്നലെ രാത്രി അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൻ ഉടൻ തന്നെ ദീപകിനെ വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. 6Bയിലേക്ക് പോകാൻ തന്നെ അവൻ തീരുമാനിച്ചു. തൻ്റെ സുഹൃത്ത് അപകടത്തിലാണ്. അല്ലെങ്കിൽ ആ ശരീരം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ദീപകല്ല. വൈകുന്നേരം 4 മണി. ഒലീവ് ഹൈറ്റ്സ് നിശബ്ദമാണ്. ജോസഫ് 6Bയുടെ ബെല്ലടിച്ചു. കുറേ നേരം കാത്തുനിന്ന ശേഷം വാതിൽ തുറന്നു. മുന്നിൽ ദീപക് നിൽക്കുന്നു. നല്ല വേഷം, മുഖത്ത് പ്രസരിപ്പ്. "ആഹാ, നീ വന്നോ? വാ, സാധനങ്ങൾ എടുക്കാനാണോ?" ദീപക് ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ ജോസഫിൻ്റെ ഉള്ളിൽ ഒരു തണുപ്പ് പടർന്നു. അത് ദീപകിൻ്റെ ചിരിയല്ല. ദീപക് ചിരിക്കുമ്പോൾ കണ്ണിൻ്റെ കോണിൽ ചുളിവുകൾ വരാറുണ്ട്. അതില്ല, വെറും വായ മാത്രം അനങ്ങുന്നു. "അതെ, എനിക്ക് ആ സ്പീക്കറുകൾ വേണം. പിന്നെ നിന്നെ ഒന്ന് കാണാനും." ജോസഫ് സ്വാഭാവികത അഭിനയിച്ച് അകത്ത് കയറി. മുറി വല്ലാതെ തണുത്തിരുന്നു. AC 16 ഡിഗ്രിയിലാണ്. "എന്താ ഇത്ര തണുപ്പ്?" ജോസഫ് ചോദിച്ചു. "എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലടാ." ദീപക് കസാരയിലിരുന്നു. "നീ സാധനങ്ങൾ എടുത്തോ?" ജോസഫ് മുറിയിലേക്ക് നടക്കുമ്പോൾ ശ്രദ്ധിച്ചു. ദീപകിൻ്റെ പഴയ ലാപ്ടോപ്പ് വേസ്റ്റ് ബിന്നിൽ കിടക്കുന്നു. പുതിയ മാക്ബുക്ക് ടേബിളിലുണ്ട്. ജോസഫ് മെല്ലെ സ്പീക്കറുകൾക്കരികിലെത്തി. അവൻ വയറുകൾ അഴിക്കുന്നതായി അഭിനയിച്ചു. സത്യത്തിൽ അവൻ തൻ്റെ ബാഗിൽ നിന്ന് ഒരു ചെറിയ ഉപകരണം പുറത്തെടുക്കുകയായിരുന്നു. ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ജനറേറ്റർ. ദീപക് ഇന്നലെ രാത്രി ഉപയോഗിച്ചത് ലോ ഫ്രീക്വൻസിക്ക് എതിരെയുള്ള പ്രതിരോധമായിരുന്നു. എന്നാൽ ഒരു പരാന്നഭോജിയെ പുറത്തു ചാടിക്കാൻ വേണ്ടത് അസ്വസ്ഥതയാണ്. "ദീപക്, നീ ഇന്നലെ പറഞ്ഞ ആ പ്രേതം, അത് സത്യമായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു?" ജോസഫ് ചോദിച്ചു. സോഫയിലിരുന്ന ദീപക് തിരിഞ്ഞു നോക്കി. അവൻ്റെ കൃഷ്ണമണികൾ അസാധാരണമാം വിധം വികസിച്ചിരുന്നു. "പ്രേതങ്ങളില്ല ജോസഫ്, ഊർജം മാത്രമേയുള്ളൂ. ചിലപ്പോൾ ഒരാൾക്കത് താങ്ങാൻ പറ്റില്ല, ചിലപ്പോൾ പറ്റും. ഞാനിപ്പോൾ പഴയതിനേക്കാൾ ശക്തനാണ്." അവൻ്റെ ശബ്ദത്തിൽ ആ 2ാമത്തെ ഫ്രീക്വൻസി ജോസഫ് നേരിട്ട് കേട്ടു. ഒരു ചെറിയ മുഴക്കം. "അതെ, നീ ശക്തനാണ്." ജോസഫ് സിഗ്നൽ ജനറേറ്റർ ഓൺ ചെയ്തു. 18,000 ഹെർട്സ് എന്ന ഫ്രീക്വൻസിയിൽ അവൻ സെറ്റ് ചെയ്തു. മുതിർന്നവർക്കിത് കേൾക്കാൻ കഴിയില്ല. പക്ഷേ കുട്ടികൾക്കും മൃഗങ്ങൾക്കും പിന്നെ അസാധാരണമായ കേൾവിശക്തിയുള്ളവർക്കും ഇത് സഹിക്കാൻ കഴിയില്ല. എന്തോ ഒരു ശബ്ദം. ദീപക് പെട്ടെന്ന് എഴുന്നേറ്റു. അവൻ ചെവി പൊത്തി. "എന്ത് ശബ്ദം?" ജോസഫ് അഭിനയിച്ചു. ഒരു കീലാമ്പീലി കരയുന്നത് പോലെ. "നിർത്തൂ അത്." ദീപകിൻ്റെ മുഖം വികൃതമായി. ആ ശാന്തത മാഞ്ഞു. പഴയ പരുക്കൻ ഭാവം തിരിച്ചു വന്നു. "നിനക്ക് കേൾക്കുന്നുണ്ടല്ലേ?" ജോസഫ് വോളിയം കൂട്ടി.
ദീപക്കിന് ഇത് കേൾക്കാൻ കഴിയില്ല. കാരണം അവന് 30 വയസ്സായി. ഈ ഫ്രീക്വൻസി അവൻ്റെ ചെവി പിടിച്ചെടുക്കില്ല. പക്ഷേ നിനക്ക് പറ്റും. കാരണം നീ മനുഷ്യനല്ല. ദീപക് അലറിക്കൊണ്ട് ജോസഫിൻ്റെ നേരെ പാഞ്ഞു. പക്ഷേ പാതിയിൽ വെച്ച് അവൻ നിലത്തു വീണു. ശരീരം വെട്ടി വിറയ്ക്കാൻ തുടങ്ങി. അപസ്മാരം വന്നതുപോലെ. നിർത്തടാ അത്. ദീപകിൻ്റെ വായിൽ നിന്ന് വന്നത് ഒരു സ്ത്രീ ശബ്ദവും പുരുഷ ശബ്ദവും മൃഗങ്ങളുടെ ശബ്ദവും കലർന്ന ഒരു അലർച്ചയായിരുന്നു. ജോസഫ് ഭയന്നുപോയെങ്കിലും പിന്മാറിയില്ല. അവൻ ആ ഉപകരണം ദീപകിൻ്റെ ചെവിയിലേക്ക് അടുപ്പിച്ചു. ദീപക്, ഞാൻ പറയുന്നത് കേൾക്കാമോ? തിരിച്ചു വാടാ. തറയിൽ കിടന്ന് വിടയുന്ന ദീപകിൻ്റെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. ആ കാഴ്ച ജോസഫിനെ തളർത്തി. താൻ ചെയ്യുന്നത് അവനെ കൊല്ലുകയാണോ? പെട്ടെന്ന് ദീപകിൻ്റെ ശരീരം വില്ലുപോലെ വളഞ്ഞു. അവൻ്റെ വായ തുറന്നു. കറുത്ത പുകയോ നിഴലോ ഒന്നും പുറത്തു വന്നില്ല. പകരം ഒരു ശബ്ദം മാത്രം. ഒരു സോണിക് ബൂം പോലെ മുറിയിലെ ഗ്ലാസുകൾ മുഴുവൻ തകർന്നു പോകുന്നത്ര ശക്തമായൊരു ശബ്ദതരംഗം അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു. ജോസഫ് ദൂരേക്ക് തെറിച്ചു വീണു. സിഗ്നൽ ജനറേറ്റർ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. മുറിയിൽ നിശബ്ദത. ജോസഫ് വേച്ചു എഴുന്നേറ്റു. തറയിൽ അനക്കമില്ലാതെ കിടക്കുന്ന ദീപക്. ദീപു. ജോസഫ് ഓടിച്ചെന്ന് അവൻ്റെ പൾസ് നോക്കി. മിടിപ്പുണ്ട്, പക്ഷേ വളരെ സാവധാനം. ദീപക് മെല്ലെ കണ്ണു തുറന്നു. ആ കണ്ണുകളിൽ ഇപ്പോൾ പഴയ തിളക്കമില്ല, ഭയമില്ല, ഒന്നുമില്ല. വെറും ശൂന്യത മാത്രം. ദീപു, നീ ഓക്കെ ആണോ? ദീപക് ജോസഫിനെ നോക്കി. പക്ഷേ അവനെ തിരിച്ചറിഞ്ഞ ലക്ഷണമില്ല. അവൻ ചുണ്ടുകൾ അനക്കി. റെക്കോർഡിംഗ് ഓഫാക്കൂ. അതായിരുന്നു അവൻ്റെ അവസാനത്തെ വാക്കുകൾ. 6 മാസങ്ങൾക്ക് ശേഷം തൃശ്ശൂരിലെ ഒരു സ്വകാര്യ റീഹാബിലിറ്റേഷൻ സെൻ്ററിലെ പൂന്തോട്ടത്തിൽ വീൽചെയറിലിരിക്കുകയാണ് ദീപക്. ജോസഫ് അവൻ്റെ അടുത്തിരുന്നു. ഡോക്ടർമാർ പറയുന്നത് കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ ആണെന്നാണ്. കടുത്ത മാനസികാഘാതം മൂലം തലച്ചോറ് ഷട്ട് ഡൗൺ ആയ അവസ്ഥ. ദീപക് മിണ്ടാറില്ല, അനങ്ങാറില്ല, ആരെയും നോക്കാറില്ല. ഭക്ഷണം കോരി നൽകണം. ഇന്നലെ രാത്രി ഞാൻ വെക്കേറ്റ് ചെയ്തു, ജോസഫ് ദീപക്കിനോട് പറഞ്ഞു. മറുപടിയില്ലെങ്കിലും അവൻ കേൾക്കുന്നുണ്ടെന്ന് ജോസഫിനറിയാം. ആ 6Bയിൽ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല. അതൊരു ഗോഡൗൺ ആക്കി മാറ്റി. ദീപകിൻ്റെ മുഖത്ത് ഒരു ഭാവഭേദവുമില്ല. ജോസഫ് തൻ്റെ ഫോൺ എടുത്തു. ദീപക്, ഞാൻ നിനക്ക് പഴയൊരു കാര്യം കേൾപ്പിച്ചു തരാം. ഓർമ്മയുണ്ടോ എന്ന് നോക്ക്. ജോസഫ് അന്ന് ദീപക് റെക്കോർഡ് ചെയ്ത ആ 3:30 AM ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്തു. ഇവൻ എന്തിനാ ഇവിടെ വന്നത് എന്ന ആ പരുക്കൻ ശബ്ദം. ജോസഫ് ദീപകിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്തെങ്കിലും പ്രതികരണം? ഭയം? ഇല്ല. ദീപക് അനങ്ങിയില്ല. പക്ഷേ ഓഡിയോ അവസാനിച്ചപ്പോൾ ദീപകിൻ്റെ വലതു കൈത്തണ്ടയുടെ ചൂണ്ടുവിരൽ വീൽചെയറിൻ്റെ കൈപ്പിടിയിൽ മെല്ലെ താളം പിടിക്കാൻ തുടങ്ങി. ജോസഫ് അത് ശ്രദ്ധിച്ചു. അതൊരു താളമല്ലായിരുന്നു, അതൊരു മോഴ്സ് കോഡായിരുന്നു. ജോസഫിന് മോഴ്സ് കോഡ് അറിയില്ലായിരുന്നു. പക്ഷേ ആ താളത്തിനൊരു പാറ്റേൺ ഉണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് ഫോണിലെ റെക്കോർഡർ ഓൺ ചെയ്ത് ആ വിരലടയാളങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്തു. വീട്ടിലെത്തി അവനത് ഡീകോഡ് ചെയ്യാൻ നോക്കി. 3 ചെറിയ ടാപ്പുകൾ, 3 വലിയ ടാപ്പുകൾ, വീണ്ടും 3 ചെറിയ ടാപ്പുകൾ. SOS, സേവ് അവർ സോൾസ്. അല്ല, അവൻ വീണ്ടും ശ്രദ്ധിച്ചു. അത് SOS അല്ല, അതൊരു മലയാളം വാക്കിൻ്റെ ഇംഗ്ലീഷ് അക്ഷരങ്ങളായിരുന്നു. ഞാൻ ഇവിടെയുണ്ട്. ജോസഫ് ആ രാത്രി ഉറങ്ങിയില്ല. ദീപകിൻ്റെ ശരീരം വെറുമൊരു കൂടായിരുന്നു. ആ ശബ്ദം, ഐഡൻറ്റിറ്റി, അത് പോയിട്ടില്ല. അത് ദീപകിൻ്റെ ബോധത്തെ എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് ആ ശരീരത്തിനുള്ളിൽ നിശബ്ദതയുടെ തടവറയിൽ ഒളിച്ചിരിക്കുകയാണ്. അതിപ്പോൾ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല. അത് സുരക്ഷിതനാണ്. ആരും സംശയിക്കാത്ത, ആരും ഉപദ്രവിക്കാത്ത ഒരു ഭ്രാന്തൻ്റെ ശരീരത്തിൽ അത് സുഖമായിരിക്കുന്നു. ഇനിയൊരിക്കലും അത് സംസാരിക്കില്ല. പക്ഷേ ജോസഫിനറിയാം, താൻ ആ വീൽചെയറിന് മുന്നിൽ ചെല്ലുമ്പോഴെല്ലാം ആ ശൂന്യമായ കണ്ണുകൾക്ക് പിന്നിലിരുന്ന് അത് തന്നെ നോക്കി ചിരിക്കുന്നുണ്ടെന്ന്. യഥാർത്ഥ ദീപക് എന്നോ മരിച്ചു കഴിഞ്ഞു.
ബാക്കിയുള്ളത് ഒരു റെക്കോർഡിംഗ് മാത്രമാണ്.